കർത്താവിന്റെ എല്ലാ മഹത്വം. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കാം. കർത്താവെ, ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന നാഥ, സ്തോത്രം ചെയ്യുന്ന യേശുവപ്പ, സ്തോത്രം അപ്പ. കർത്താവെ, വചനം ധ്യാനിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണേ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കണേ. ദൈവാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ അപ്പച്ച. സ്തോത്രം 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 ചെയ്യുന്ന ഏഴാപ്പച്ചന്റെ കരങ്ങൾ ഏൽപ്പിക്കാം അപ്പ. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ വചനം സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന അപ്പ. സ്തോത്രം 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 അപ്പ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഭാഗം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന്. നെഹമ്യാവ് 8-ാമത്തെ അധ്യായത്തിനകത്ത് നമുക്കെല്ലാം വളരെ ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നെഹമ്യാവ് 8-ന്റെ 10-ാമത്തെ വാക്യത്തിന്റെ ഞാനത് വായിക്കാം. അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട്. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. യഹോവയെങ്കിലെ സന്തോഷം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. യഹോവയുടെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. ഇപ്പൊ ഇംഗ്ലീഷ് പറയുമ്പോൾ ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. ആമേൻ. ദുഃഖിക്കരുത്, യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് അവർ സ്ട്രെങ്ത്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടായിട്ട് ചിന്തിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത് ദൈവത്തിന്റെ സന്തോഷമാണ്. ദ ജോയ് ഓഫ് ദ ലോർഡ്. ഇറ്റ് ഈസ് നോട്ട് ജോയ് ഇൻ ദ ലോർഡ്. രണ്ട് കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ സന്തോഷമുണ്ട്, ദൈവത്തിലുള്ള സന്തോഷമുണ്ട്. ദൈവത്തിന്റെ സന്തോഷം ദൈവത്തിന്റെ സന്തോഷം. ദൈവത്തിലുള്ള സന്തോഷം, നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ സന്തോഷമുണ്ട്, നമ്മുടെ സന്തോഷമുണ്ട്. നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കുമ്പോൾ അത് നമ്മുടെ സന്തോഷമാകും. നമ്മൾ പല രീതിയിൽ പലതിലും സന്തോഷിക്കുന്നുണ്ട് അല്ലെ. പലരും നമുക്കറിയാം, ലോകത്തിലെ ആൾക്കാർ എങ്ങനെയൊക്കെയാ സന്തോഷം പങ്കിടുന്നതെന്നും സന്തോഷം എങ്ങനെയാ അവർ കൊണ്ടാടുന്നതെന്നും നമുക്കറിയാം. പല രീതിയിലാണ്. അതിന് പല വേ ഓഫ് എക്സ്പ്രഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ വായിച്ച ഭാഗം ദൈവത്തിന്റെ സന്തോഷമാണ്. ദ ജോയ് ഓഫ് ദ ലോർഡ്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സന്തോഷം, അതിന് നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ദൈവത്തിന്റെ സന്തോഷം ദൈവത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ദൈവത്തിന്റെ സന്തോഷം അത് നമുക്ക് ബലമാണ്. ആമേ. ദൈവത്തിന്റെ സന്തോഷം ദൈവത്തിന് മാത്രമല്ല, ദൈവത്തിന്റെ സന്തോഷം നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. ദൈവത്തിന്റെ സന്തോഷം അത് നമ്മുടെ ബലമാണ്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടില് ഇങ്ങനെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, മമ്മി ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഓക്കെ ആയിരിക്കും അല്ലേ. സ്തോത്രം. മമ്മി ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഓക്കെയാണ്. ഇപ്പൊ ആരെങ്കിലും പെട്ടെന്ന് വഴക്കുണ്ടാക്കി സ്ട്രെസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ മുഖമൊക്കെ വീർത്ത് സന്തോഷമില്ലാതെ നമ്മുടെ മേലുള്ള ആൾക്കാർ അങ്ങനെ നിൽക്കുമ്പോഴത്തേന് നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാനും അവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിലും ഒക്കെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ ആ ബോസുമാർ ഇങ്ങനെ രാവിലെ സ്ട്രെസ് അടിച്ച് അവരിങ്ങനെ അവിടുത്തെ ടെൻഷൻ കാരണം ഇരിക്കുന്ന സമയത്ത്, ഓ ഇന്ന് പുള്ളിയുടെ മൂഡ് ശരിയല്ല എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ ഒരു നല്ലൊരു ഇത് വരത്തില്ല, ഒരു മൂഡ് വരത്തില്ല. അവിടെ ഒന്നും നന്നായിട്ടിരുന്നൊന്ന് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് ആ എൻവയോൺമെന്റ് നല്ലതായിരിക്കത്തില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ദൈവത്തിന്റെ സന്തോഷം, അപ്പൊ ദൈവത്തിന്റെ സന്തോഷമാണെങ്കിൽ അത് നമ്മുടെ ബലമായിട്ട് മാറും. ആമേൻ. അപ്പൊ ദൈവം എപ്പോഴാ സന്തോഷിക്കുന്നത്? സ്തോത്രം. അതാണ് അപ്പോൾ അതിന്റെ ചോദ്യം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിന്റെ ആ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇസ്രായേൽ മക്കൾ, നമ്മൾ അതിനെ വിശദീകരിക്കുന്നില്ല, അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ നമുക്കറിയാം, നെഹമ്യാവ് അവിടെ മതിൽ പണിത് തീർത്തു. വളരെ കാര്യമായിട്ട് ദൈവസ്ഥാനത്തിൽ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ മതിൽ പണിയൊക്കെ തുടങ്ങി. പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അതിനെല്ലാം ഓവർകം ചെയ്ത് ദൈവകൃപയാൽ ആ മതിൽ പണിയൊക്കെ കഴിഞ്ഞപ്പം ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടി കഴിഞ്ഞപ്പം അവരെല്ലാവരോടും ഒരു മനുഷ്യനെ പോലെ അവിടെ വന്നെന്നാ പറഞ്ഞേ. എന്നിട്ട് 7-ാം മാസം 1-ാം തീയതി, എൻ്റെ 2-ാമത്തെ വാക്യം, 8 2-ാമത്തെ വാക്യം, 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. ഹല്ലേലൂയ. എന്നിട്ടോ, നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളെ ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. ആമേൻ. ഇപ്പൊ നമുക്കറിയാം അവര് ദുഃഖിച്ചതിന്റെ കാരണം എന്നാന്ന് ഇപ്പം മനസ്സിലാവും.
ഹല്ലേലൂയ. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം 7-ാം മാസം 1-ാം തീയതി പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. അപ്പം ആരൊക്കെയുണ്ട്? വചനം കേൾക്കാൻ വന്ന ആരൊക്കെയാ? പുരുഷന്മാർ മാത്രമാണോ? അല്ല. അപ്പൊ സ്ത്രീകളും കേൾക്കണം, സ്ത്രീകളും വചനം ഗ്രഹിക്കണം. അത് ദൈവത്തിന്റെ ഹിതമാണ്. അമ്മ ചിലരുണ്ട് ബൈബിൾ സ്റ്റഡിക്ക് ഹസ്ബൻഡ് മാത്രമേ പോകത്തുള്ളൂ, ഭാര്യ പോകത്തില്ല. ഭാര്യയും പിള്ളേരൊക്കെ വീട്ടിൽ ബൈബിൾ സ്റ്റഡിയാ, ചർച്ചിൽ പോകും. പക്ഷെ ബൈബിൾ സ്റ്റഡിക്ക് പോകാൻ താല്പര്യം അല്ലെങ്കിൽ ഇപ്പൊ പോകാൻ സൗകര്യത്തിന് അവരെ വിടത്തുള്ളൂ. ആമേൻ. പക്ഷെ അങ്ങനല്ല, സ്ത്രീകളും പുരുഷന്മാരും വചനം കേൾക്കണമെന്നുള്ള ദൈവത്തിന്റെ ഹിതമാണ്. ഇതിനോട് പറഞ്ഞിരിക്കുന്നത് കേട്ട് ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള എല്ലാവരും അവിടെ വന്നിട്ട് അവരെ എത്ര നേരം വായിച്ചു? രാവിലെ തുടങ്ങി ഉച്ച വരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കാൻ ന്യായപ്രമാണ പുസ്തകം വായിച്ച് സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് അവിടെ നമുക്കറിയാം എസ്രാ ശാസ്ത്രി അവിടെ ആ ഒരു പ്രസംഗ പീഠത്തിൽ കയറി നിന്ന് അവർക്ക് അവരുടെ കൂട്ടത്തിൽ ഹെൽപ്പിനും ആൾക്കാരും ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ദൈവത്തിന്റെ വചനം ജനങ്ങളെ വായിച്ചു കേൾപ്പിക്കുക. എന്നിട്ട് മനസ്സിലാകാത്തവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതവിടെ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. എൻ്റെ 8-ാമത്തെ വാക്യം, they read from the book from the law of God, translating to give the sense so that they understood the reading. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ എസ്രാ ശാസ്ത്രി മാത്രമല്ല, അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ നിൽക്കുക. ആ ഭാഗങ്ങൾ സമയമുള്ളവർ വായിച്ചാൽ മതി. അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ നിന്ന് വചനം ആൾക്കാരെ കേൾപ്പിക്കാൻ, മനസ്സിലാകാത്തവർക്ക് അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. 10 മിനിറ്റ് ആണോ? ഇല്ല 40 മിനിറ്റ് ആണോ? അല്ല, നമ്മൾ ഒരു 45 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വാച്ച് നോക്കാൻ തുടങ്ങും. അല്ല, ഇവര് ഏർലി മോർണിംഗ്, ഇംഗ്ലീഷ് ബൈബിളിനകത്ത് ഏർലി മോർണിംഗ് തൊട്ട് ഉച്ച വരെ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എത്ര നേരമായിരുന്നു അവർ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനം അവർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആൾക്കാർക്കെല്ലാം ഭയങ്കര താല്പര്യത്തോടു കൂടി ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഗ്രഹിപ്പിച്ച് അവർക്ക് പൊരുൾ തിരിച്ചു കൊടുത്തു. അപ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ കാണാം, ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞു പോയിരുന്നു. സ്തോത്രം. അപ്പം ഈ വചനം കേട്ടപ്പം ആൾക്കാർ കരഞ്ഞുപോയി. അങ്ങനെ വന്ന ദുഃഖമാ. ആ ദുഃഖം കാരണമാണ് ഇവര് പറയുന്നത് ദുഃഖിക്കരുത്, ഇത് യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നത്. നമ്മൾ പറയുന്നത് ഏത് ദുഃഖത്തിന്? എല്ലാ ദുഃഖത്തിനും നമ്മളെടുത്ത് പറയും ആമേൻ. മറ്റേ ദുഃഖം, ആ ദുഃഖം, പല 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 സ്ഥലത്തു നിന്ന് പല പല ദുഃഖങ്ങൾ വരും. പക്ഷെ ആ ദുഃഖങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഉദ്ദേശം എന്നാ? ഈ ന്യായപ്രമാണ വാക്യങ്ങൾ കേട്ടപ്പോൾ അവരെല്ലാരും കരഞ്ഞുപോയി. ആമേൻ. ഈ കേട്ടവർക്ക് എല്ലാവർക്കും സങ്കടം വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി, കർത്താവേ, ഇത്രയും നാളും ഞങ്ങൾ ചിന്തിച്ചതും ഇത്രയും നാളും ഞങ്ങൾ ചെയ്തതും ഞങ്ങൾ പല വിഷയത്തിനകത്ത് ഞങ്ങൾ തെറ്റിപ്പോയല്ലോ, ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയെന്നുള്ളൊരു ഭയങ്കരമായ ഒരു ആഴമായ ഒരു കുറ്റബോധം, അല്ലെങ്കിൽ ദൈവവചനം അവരനുസരിച്ചില്ലല്ലോ, പലതിലും തെറ്റിപ്പോയല്ലോ. അല്ലെങ്കിൽ അവർ കരയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഈ ജനമെല്ലാം ഈ ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയി. എന്നിട്ട് അതുകൊണ്ടാണ് അവർക്ക് വളരെ ദുഃഖം, അവർക്ക് ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ വന്ന ദുഃഖമാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, നമ്മുടെ ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. അപ്പം നെഹമ്യാവൊക്കെ അവരോട് പറഞ്ഞു, അവരെ ഉത്സാഹിപ്പിക്കുകയാണ്, ഈ ദിവസം നിങ്ങൾ ദുഃഖിക്കരുത്. എപ്പം? നിങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്ന അന്ന്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പൊ ക്ലിയർ ആണോ? ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇപ്പോഴോ കേൾക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അപ്പം അവരോട് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ന്യായപ്രമാണം കേട്ടപ്പോൾ ഹല്ലേലൂയ അവരുടെ എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു ആഴത്തിലൊരു ബോധ്യം വരികയും ജനം അവിടെ കരഞ്ഞു പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് നിങ്ങൾ ദുഃഖിക്കരുതെന്ന്. ഹല്ലേലൂയ. അപ്പം ഈ യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നല്ലോ എന്ന് പറയുന്നതിന്റെ കാരണം, നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് അതിനകത്തൊരു അനുതാപമുള്ളൊരു ഹൃദയം വന്ന് അത് നിമിത്തം ഉണ്ടാകുന്ന ദുഃഖത്തിലാണ് പറയുന്നത്. ആ വിഷയത്തിൽ നിങ്ങൾ ദുഃഖിക്കരുത്. കാരണം നിങ്ങൾ ഇതുപോലെ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടത്, നിങ്ങൾക്ക് ഇപ്രകാരം ഒരു ദുഃഖം നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടായത് ദൈവത്തിന് സന്തോഷമാണ്. ആമേൻ. മനസ്സിലായോ? ദൈവത്തിലെ സന്തോഷം, നിങ്ങൾ ഇത്രയും നേരം കരഞ്ഞത് കൊണ്ട് ദൈവത്തിന് സന്തോഷമാകുന്നുള്ളതല്ല.
സ്തോത്രം. ജനം ദൈവത്തിന്റെ വചനം കേൾക്കാൻ താല്പര്യം കാണിച്ച് ഈ വചനം കേൾക്കാൻ രാവിലെ തൊട്ട് ഉച്ച വരെ അവിടെ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാതെ അവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേട്ട് ഗ്രഹിക്കാൻ മെനക്കെട്ട് അവിടെ നിന്ന് മനസ്സിലായപ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്തവര്. അപ്പൊ അവിടെ വന്നത് ദൈവഹിതപ്രകാരമുള്ള അനുതാപത്തിനായിട്ടുള്ളൊരു ദുഃഖം വചനം കേട്ട് വചനത്തിന്റെ മുമ്പിലിരുന്ന് വചനപ്രകാരം ഹൃദയത്തെ ശോധന ചെയ്ത് അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി അതിനകത്തുള്ള ദുഃഖം വന്നപ്പോഴാണ് അവരോട് പറഞ്ഞത്, ഈ വിഷയത്തിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട, ഇത് ദൈവത്തിന്റെ സന്തോഷം നിങ്ങളുടെ ബലമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വചനം കേട്ടു, മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയേ വേണ്ട. ആമേൻ. കാരണം ദൈവത്തിന്റെ സന്തോഷമായി അത് നിങ്ങളുടെ ബലമാണ്. ആമേൻ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ദിവസം കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ, പല വിഷയത്തിൽ കൂടി ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട, എൻ്റെ ദൈവം സന്തോഷിക്കുന്നുണ്ടോ? എൻ്റെ സന്തോഷമല്ല, എൻ്റെ ദൈവം സന്തോഷിക്കുന്നുണ്ടോ? എൻ്റെ ദൈവം സന്തോഷിക്കണമെങ്കിൽ എന്നാ ചെയ്യണ്ടേ? നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ വരിക, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക, വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ നോക്കുക. ഇതുപോലെയാണോ ഞാൻ ചെയ്യുന്നത്? ഹാലേലൂയ. എൻ്റെ പോക്ക് ഇങ്ങനെയാണോ? ഹാലേലൂയ. ആ ഒരു രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത്, സ്തോത്രം, ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ദൈവത്തിന്റെ സന്തോഷമാണ്. ദൈവം സന്തോഷിച്ചാൽ അത് നമുക്ക് ബലമാണ്. ആമേൻ. ഇത് തന്നെയാണ് 2 കൊരിന്ത്യൻ നമ്മൾ 2 കൊരിന്ത്യൻ അതിന്റെ 7-ാം അധ്യായം 8, 9, 10. സെക്കൻഡ് കൊരിന്ത്യൻസ് 2-ാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യൻസ് 7 അതിന്റെ 8, 9, 10 എന്നത് വായിക്കാം. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് ഒരിക്കലും ഞാൻ അനുദപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറച്ചു നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുദപിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ആമേൻ. സ്തോത്രം. ഹാലേലൂയ. നമ്മൾ ലോകപ്രകാരം നടന്നേച്ച് ലോകപ്രകാരമുള്ള ദുഃഖം കൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ വചനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്നിട്ട് നമ്മൾ പറയാം യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നത്. യഹോവയെങ്കിലെ സന്തോഷം എപ്പോഴാണ് ബലമാകുന്നത്? ലോകപ്രകാരം നടന്നേച്ച് ലോകപ്രകാരമുള്ള ദുഃഖമാണെങ്കിൽ ഈ സന്തോഷം നമുക്ക് കൊണ്ടുവരത്തില്ല. ആമേൻ. ലോകപ്രകാരമുള്ള ദുഃഖം മരണത്തെ ഉളവാക്കും. ഹാലേലൂയ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ കൊരിന്ത്യൻസിലെ ആൾക്കാർ അവരെന്ത് പറ്റി? അവർക്ക് ഒരു അനുതാപം അവരുടെ ഹൃദയത്തിലുണ്ടായി. അതാണ് ഗോഡ്ലി സോറോ. ആമേൻ. ഗോഡ്ലി സോറോയാണ് നമുക്കൊരു റിഗ്രറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു അനുതാപത്തെ കൊണ്ടുവരും. അത് നമുക്ക് ഭയങ്കര ഒരു ബലമായിരിക്കും. ആമേൻ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുന്ന ഇതാണ്, ഗോഡ്ലി സോറോ എന്ത് ചെയ്യും? ഇറ്റ് ബ്രിങ്സ് godly sorrow. I now rejoice so that you were made sorrowful, but that you were made sorrowful to the point of repentance. Amen. For you were made sorrowful according to the will of God. Hallelujah. ദൈവഹിതപ്രകാരം ദൈവവചനത്തെ അനുസരിച്ച് ദൈവവചനം കേട്ടിട്ട് നമ്മുടെ ഉള്ളത്തിൽ ഒരു മാറ്റം വരുന്നതാണ് ദൈവത്തിന്റെ സന്തോഷം. ആമേൻ. ആ ദൈവത്തിന്റെ സന്തോഷമാണ് നമ്മുടെ ബലമാകേണ്ടത്. ഹാലേലൂയ. സ്തോത്രം. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോടും പറയുന്നത്. ഹാലേലൂയ. ദൈവത്തിന്റെ ഈ ലേഖനം അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു മാറ്റം അവരുടെ ജീവിതത്തിലുണ്ടായി. അതുകൊണ്ട് ഇത് എഴുതിയാലും വേണ്ടില്ല, ഇച്ചിരി വേദന അവർക്ക് വന്നാലും വേണ്ടില്ല, അവർ ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടാൻ ഇടയായിത്തീരുന്നു. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ദുഃഖത്തിൽ നമ്മൾ ആ ദുഃഖത്തിൽ ആണ്ടുകൊണ്ട് പോകരുത്. ദൈവസന്നിധിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ ഇരിക്കേണ്ടവരല്ല. എന്നും നമ്മളിങ്ങനെ റിഗ്രറ്റിനകത്ത് കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം സന്തോഷിച്ചാൽ അത് നമ്മുടെ ബലമായിട്ട് എണ്ണി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ഹാലേലൂയ പിന്നെ ഇരുന്നോട് ദുഃഖിക്കരുത്. അതാണ് അവിടെ പറയുന്നത്. ഹാലേലൂയ. വീണ്ടും വീണ്ടും നിങ്ങൾ ദുഃഖിച്ചുകൊണ്ട് അവിടെ ഇരിക്കാതെ, എന്നിട്ട് അവിടെ അവർ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സന്തോഷിക്കുക. ഈ ദിവസം ദൈവത്തിന് സന്തോഷമാണ് എന്നിട്ട് പറയുന്നുണ്ട്, eat the fat, drink the sweet and send a portion to others. മറ്റുള്ളവർ പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തവർക്ക് എന്നിട്ട് കൊടുത്തുവിടാൻ, എന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് കൊടുത്തുവിടാൻ മറ്റുള്ളവർക്ക്. ഹാലേലൂയ. കഴിക്കാനില്ലാത്തവർക്ക്, കാരണം ആ സന്തോഷത്തെ എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുക. ആമേൻ. ഹാലേലൂയ. ആ സന്തോഷം
നമ്മളത് കാണിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമാണ്. ആമേ. അത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈറ്റ് ദ സ്വീറ്റ്, ഡ്രിങ്ക് ഈറ്റ് ദ ഫാറ്റ്, ഡ്രിങ്ക് ദ സ്വീറ്റ്, ഏമേൻ, സെൻഡ് എ പോർഷൻ. അതാരും പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുക. എന്ന് വെച്ചാൽ സെൻഡ് എ മീൽ, സെൻഡ് എ ഗിഫ്റ്റ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ സന്തോഷം കാണിക്കുന്നത്. ആ സന്തോഷം എക്സ്പ്രസ് ചെയ്യണമെന്നും ദൈവം ആഗ്രഹിക്കുവാണ്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് നമ്മൾ കാണുമ്പോൾ ദൈവത്തിന്റെ സന്തോഷത്തിന്റെ വേറൊരു എക്സാമ്പിളാണ് ആ ധൂർത്തപുത്രന്റെ ഉപമ. ആമേൻ. ധൂർത്തപുത്രന്റെ ഉപമയ്ക്കകത്ത് നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിനകത്ത് നമുക്കറിയാം, ഈ മകൻ എല്ലാം പോയി, എല്ലാം കളഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്നിട്ട് മകൻ അപ്പനോട് എന്നാ പറയുന്നത്? അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ട് വന്ന് ഇവനെ ധരിപ്പിക്കുവൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിക്കൻ, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുവൻ, നാം തിന്ന് ആനന്ദിക്കുക. ഇതാരുടെ സന്തോഷ? അപ്പനോട് മോനാണോ പറയുന്നേ അറക്ക് കാളനെ അത് ഇത് ചെയ്യുന്നത്? അല്ല, ഇത് അപ്പന്റെ സന്തോഷമായി. എന്തിനാ അപ്പൻ സന്തോഷിക്കുന്നേ? ഈ മകൻ തിരിച്ചു വന്നതിന്റെ പേരിൽ. മകൻ അനുതാപത്തോടെ കടന്നു വന്നിരിക്കുക. മകൻ എന്നാ പറഞ്ഞിരിക്കുന്നേ? ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുക, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. സ്തോത്രം. അനുതാപത്തോടു കൂടി ഒരു മകൻ വന്നപ്പം അത് ആരുടെ സന്തോഷമായി? ദൈവത്തിന്റെ സന്തോഷം. അവിടെ ഈ പിതാവ് അവിടെ ഇങ്ങനെ മസിൽ പിടിച്ചു വന്നല്ലേ, കയറി വന്നല്ലേ, നിന്റെ ഷെയറെല്ലാം മേടിച്ചോണ്ട് കൊണ്ടുപോയിട്ട് എല്ലാം കളഞ്ഞല്ലേ, എനിക്കറിയായിരുന്നു ഇതിന് തന്നെയാണ് നീ കൊണ്ടുവന്നത്, എന്നാലും നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഞാൻ വിട്ടത്. കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി. അവളമാരൊക്കെ എന്ത് ചെയ്യേ? ഇതൊന്നും ചോദിച്ചോ? നിന്റെ കൂട്ടുകാരെവിടാ ചോദിച്ചോ? ഇല്ല, ഒന്നും ചോദിച്ചില്ല. അതിന് പകരം ആ പിതാവ്, ദൈവത്തിന്റെ സന്തോഷം, ഇവൻ കൊണ്ടുപോയതെല്ലാം തിരിച്ചു ഡബിളാക്കി കൊണ്ടുവരുന്നതല്ലായിരുന്നു ദൈവത്തിന്റെ സന്തോഷം. ഇവൻ ഇതേ കാണിക്കത്തുള്ളെന്ന് അറിയായിരുന്നു. ഇവൻ ചോദിച്ചപ്പം മടി കൂടാതെ അവന് കൊടുക്കുകയും ചെയ്തു, കൊണ്ടുപോട്ടെ. എന്നാലും അറിയായിരുന്നു പിതാവിന് ഒരു ദിവസം അവൻ തിരിച്ചു വരുമെന്നുള്ളത്. ഹല്ലേലൂയ. അനുതാപത്തോടു കൂടി ആ മകൻ ആ പിതാവിനെ കുറിച്ച് ഓർത്തപ്പോൾ, പിതാവിന്റെ ഭവനത്തെ കുറിച്ച് ഓർത്തപ്പോൾ, തിരിച്ച് ആ മകൻ ആ വീട്ടിലേക്ക് വന്ന് അതുപോലെ പറഞ്ഞപ്പോൾ ആ അപ്പൻ എന്നാ ചെയ്തേ? ആ അപ്പന്റെ സന്തോഷം നമുക്ക് ദൈവത്തിന്റെ സന്തോഷമായി കാണാം. ആമേ. ഈ അപ്പൻ അവിടെ മസിൽ പിടിച്ചിരുന്നിരുന്നെങ്കിൽ ഈ മകൻ അവിടെ പിന്നെ നിൽക്കാൻ തോന്നുമോ? അയ്യോ, ശരിയല്ല, അപ്പന്റെ മൂഡ് ശരിയല്ല, ഞാൻ ഇതെല്ലാം കളഞ്ഞതിന്റെ പേരിൽ മിക്കവാറും എന്നെ തിരിച്ചിവിടുന്ന് ഓടിക്കും, ഇനി ഇവിടെ നിൽക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞ് എന്തുമാത്രം റെസ്റ്റ്ലെസ് ആയിരിക്കും ആ മകൻ അപ്പം, അല്ലേ? പക്ഷെ അപ്പന്റെ സന്തോഷവും അവിടുത്തെ ആനന്ദവും കണ്ടപ്പം ആ മകൻ അതൊരു ബലമായില്ലേ അവിടെ തന്നെ നിൽക്കാൻ. അവന് പിന്നെ ഓടാൻ തോന്നിയോ? ഇല്ല, അത് അവന്റെ ബലമായിരുന്നു. ഹാലേലുയ. അതാണ് അവന്റെ ബലം, ദൈവത്തിന്റെ സന്തോഷം. ഹാലേലുയ. സ്തോത്രം. ഈ അപ്പന്റെ സന്തോഷം മകനൊരു ബലമായി. പിന്നെ ചേട്ടൻ വന്ന് എന്നാ പറഞ്ഞാലും ശരി, ഇനി അനിയൻ അവിടുന്ന് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം അവന്റെ ബലം എന്നാ? അപ്പന്റെ സന്തോഷം. അപ്പന് സന്തോഷമായെങ്കിൽ ചേട്ടന്റെ വ്യസനമാണേലും എനിക്കതൊരു വിഷയമല്ല. സ്തോത്രം. ആ ധൈര്യമായിട്ട് അപ്പന്റെ വീട്ടിൽ അവന് നിൽക്കാൻ പറ്റി. ഇതാണ് ദൈവത്തിന്റെ സന്തോഷം. ദൈവത്തിന്റെ സന്തോഷം കൊണ്ടല്ലേ നമ്മളും ഇന്നും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? നമ്മുടെ വല്ല യോഗ്യത കൊണ്ടാണോ? അല്ല. സ്തോത്രം. എപ്പോഴാ ദൈവം സന്തോഷിക്കുന്നത്? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ 15:7. അങ്ങനെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ട്. അപ്പൊ സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകുന്നത് നമുക്കിവിടെ ദൈവമക്കൾക്കെല്ലാം കുറേ പൈസ കിട്ടുമ്പോഴോ, ദൈവമക്കളെല്ലാം കൂടി കുറെ ലാൻഡ് മേടിക്കുമ്പോഴോ അല്ല. സ്തോത്രം. ഹാലേലുയ. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഒന്ന് മാനസാന്തരപ്പെട്ട് ദൈവകൃപയിൽ, കർത്താവിന്റെ കൃപയിലായവരാണ്. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും സഭയ്ക്ക് വേണ്ടി ദൂത് എഴുതിയിട്ട് വീണ്ടും മാനസാന്തരത്തെ കുറിച്ച് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഇല്ലയോ? ഉണ്ട്. ഇല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും എഴുതേണ്ട കാര്യമുണ്ടോ? അങ്ങനെ അങ്ങ് പറഞ്ഞ് നിർത്തിയാൽ മതിയല്ലോ. അപ്പൊ നമ്മൾ മനസ്സ് പുതുക്കി കർത്താവിന്റെ വരവ് വരെയും രൂപാന്തരപ്പെട്ട് ആ നടന്നുകൊണ്ടിരിക്കുന്നതാണ് വിശുദ്ധീകരണം എന്ന പ്രക്രിയ. അതിൽ നമ്മൾ രൂപാന്തരപ്പെട്ട് മുന്നോട്ട് പോകും തോറും ആർക്കാ സന്തോഷം എന്നറിയാമോ? ദൈവത്തിനാ സന്തോഷം. അതാണ് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത് മറ്റെന്തിനേക്കാളും. ഹാലേലൂയ. നമ്മൾ ദൈവത്തിന്റെ കൃപയിൽ, ദൈവവ്യവസ്ഥയിൽ, ദൈവവചനത്തെ സ്നേഹിച്ച് ദൈവവചനം ധ്യാനിക്കാൻ സമയമെടുത്ത് ദൈവവചനപ്രകാരം നമ്മൾ നമ്മുടെ ഹൃദയത്തെ അതിനോട് അനുകൂലമാക്കി, അല്ലെങ്കിൽ ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ സമർപ്പിച്ചു കൊടുക്കുന്ന കാണുന്നത് തന്നെ ദൈവത്തിന് ഇഷ്ടമാണ്.
ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നെഹമ്യാവും എസ്രയും അവരൊക്കെ ഇവരോട് പറയാൻ കാരണം, നിങ്ങൾ ദുഃഖിക്കരുത്. കാരണം യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാണ്. കാരണം നിങ്ങൾ ഇന്ന് ദുഃഖിക്കുന്നതിന്റെ കാരണം, അയ്യോ ഇവിടെ വന്നിട്ട് അതില്ലല്ലോ, ഞങ്ങൾ ഇത്രയും പ്രവാസത്തിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് ഇതില്ലല്ലോ, ഇതൊന്നും അവർക്ക് അവിടെ ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്തല്ല അവരുടെ സങ്കടം. അവരുടെ സങ്കടം മുഴുവൻ ഒരു ദൈവവചനം കേട്ടപ്പം ഉണ്ടായ സങ്കടമാണ്. ആ സങ്കടത്തെ അവർ ബലപ്പെടുത്തിയില്ലെങ്കിൽ ശരിയാവുമോ? ഇല്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇനി ഇതാണ് നിങ്ങളുടെ സങ്കടമെങ്കിൽ നോ 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 നോ, ഇനി ഇത് ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന് സന്തോഷമായിപ്പോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്തോഷം അത് നിങ്ങളുടെ ബലമാ. ഇനി നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റബോധത്തിലാക്കി ദൈവം എന്നെ കൈവിട്ട് കളയുമോ, ഇനി എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ചിന്തയിൽ വരാതെ നിങ്ങൾ സന്തോഷിക്കുക. സന്തോഷിക്കുക. യഹോവയുടെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നെങ്കിൽ സ്തോത്രം. അന്നത്തെ ദിവസമാണ് eat the fat, drink the sweet, send a portion or send a gift, hallelujah, to somebody, so that അവരും അതിൽ സന്തോഷിക്കാനിടയായിത്തീരും. ആമേൻ. അങ്ങനെ സന്തോഷിച്ചതാണ് ഈ പിതാവായ ദൈവം. ഹല്ലേലൂയ. ഈ ദൈവം ഈ ധൂർത്തപുത്രന്റെ അപ്പൻ ഈ മകനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു, എന്തുമാത്രം സന്തോഷത്തോടുകൂടി അവിടെ ആനന്ദിച്ച്, അവിടെ കണ്ട എഴുതിയിരിക്കുന്നത്, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുവൻ, നാം തിന്ന് ആനന്ദിക്കുക. പിന്നെ അതിന്റെ താഴെ 31 എഴുതിയിരിക്കുന്നത്, അതിന് അവൻ അവനോട്, മകനെ നീ എപ്പോഴും എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. ആമേൻ. അത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ ആനന്ദിച്ച് സന്തോഷിക്കണം. കാരണം ഇവൻ തിരിച്ചിവിടെ വന്നു. അപ്പൊ നമ്മൾ ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുമ്പോൾ, ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ സന്തോഷമാണ്. ദൈവം സന്തോഷിച്ചാൽ അത് നമുക്ക് ബലമാണ്. അതുകൊണ്ടാണ് നമുക്കൊരു കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷി നൽകി ദൈവം നമ്മളെ അനുഗ്രഹിച്ച് അതുപോലെ നടക്കുവാൻ തക്കണം. യേശു കർത്താവിന്റെ രക്തത്തിന് അതുപോലത്തെ ശക്തിയുണ്ട്. കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷി തന്ന് ദൈവത്തിന്റെ സന്തോഷം. അതുകൊണ്ടാണ് നമുക്ക് ആ കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷി നമ്മൾ അനുഭവിക്കുന്നതിന്റെ കാരണം തന്നെ ആ ദൈവത്തിന്റെ സന്തോഷമാണ്. കർത്താവിനോട് നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ കർത്താവിന്റെ രക്തത്തിൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നമുക്ക് ഇത്രയും ധൈര്യത്തോടുകൂടി നിൽക്കാനുള്ള കാരണം എന്താ? നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമാണ്. നമ്മളത് ഏറ്റെടുക്കുകയാണ് വിശ്വാസത്തോടു കൂടി. അപ്പൊ എൻ്റെ അപ്പ സന്തോഷിച്ചു. അവൻ വന്ന് തിരിച്ചു കൊണ്ടുപോയ ഷെയറുമായിട്ടല്ല ആ ധൂർത്തപുത്രൻ തിരിച്ചു വരുന്നത്, എല്ലാം നശിപ്പിച്ചേച്ചാ വന്നിരിക്കുന്നത്. പക്ഷെ അവനെ ബലപ്പെടുത്താൻ, അവനെ ഉത്സാഹിപ്പിക്കാൻ, വീണ്ടും ആ ഭവനത്തിൽ നിർത്താൻ, വീണ്ടും അവിടെ നിർത്തി തിരിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തി അവൻ ആകേണ്ടതുപോലെ അവനെ ആക്കുവാൻ ഈ പിതാവിന് അവിടെ സന്തോഷം കാണിച്ചേ മതിയാകുള്ളായിരുന്നു. എന്നാലേ ഉള്ളവനോട് ബലപ്പെട്ട് നിൽക്കാൻ പറ്റുള്ളായിരുന്നു. അല്ലേലും നീ തിരിച്ചു വന്നിട്ട് ഒരു 10 ദിവസം അപ്പുറത്തെ റൂമിൽ നിന്ന് ഞാൻ ഇപ്പുറത്തിരുന്നോളാം, കുറച്ച് ദിവസം ഞാൻ നോക്കട്ടെ നീ ശരിയായോ ഇല്ലയോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ബലം വരത്തില്ല. അവൻ വീണ്ടും അവൻ്റെ മനസ്സ് ചഞ്ചലിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഇനി ഞാൻ ഇവിടുന്ന് ഓടിപ്പോകേണ്ടി വരുമോ, ഓടിപ്പോകുമോ, ഇനി അപ്പൻ ഓടിക്കുമോ, ചേട്ടൻ ഓടിക്കുമോ, നാട്ടുകാർ ഓടിക്കുമോ, വീട്ടുകാർ ഓടിക്കുമോ, ഇങ്ങനെയുള്ള ടെൻഷനിൽ നിൽക്കാൻ അനുവദിച്ച് അതിന് പകരം അവൻ അവിടെ പൂർണ്ണ ബലത്തോടെ അവിടെ നിൽക്കത്തക്ക രീതിയിൽ അവൻ അവിടെ എന്തോ വലിയ കാര്യം ചെയ്ത പോലെ ഈ മരിച്ചവൻ തിരിച്ചു വന്നപ്പോൾ, കാണാതെ പോയവനെ കണ്ടു കിട്ടിയപ്പോൾ ആ ദൈവത്തിന്റെ സന്തോഷത്തിന്റെ എക്സ്പ്രഷൻസ് കണ്ടോ? അവിടെ ഒരു ശക്തമായ ഒരു സെലിബ്രേഷൻ അവിടെ നടന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഈ തിരിച്ചു വന്നവനെ ബലപ്പെടുത്താൻ. ആമേൻ. ഈ തിരിച്ചു വന്ന മകനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ സന്തോഷം, പിതാവിന്റെ സന്തോഷം, അപ്പന്റെ സന്തോഷം അതുപോലെ അപ്പൻ അവിടെ പ്രകടിപ്പിക്കുന്നത്. ആമേൻ. ഇതാണ് ദൈവത്തിന്റെ സന്തോഷം, നമ്മുടെ ബലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കരുത്. എപ്പം തോന്നിവാസം നടന്നേച്ച് കണ്ട സന്തോഷങ്ങളെല്ലാം അനുഭവിച്ചിട്ട് വന്നിച്ച് ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമാണെന്ന് പറയരുത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവഹിതപ്രകാരമുള്ള ഒരു അനുതാപം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ സ്തോത്രം, അത് ദൈവത്തിന്റെ സന്തോഷമാണ്. അത് നമുക്ക് ബലം തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അതാണ് നമുക്ക് ദൈവം ഇങ്ങനെ നമ്മൾ സന്തോഷത്തിൽ. ഒരു നല്ലൊരു വചനമുണ്ട്, എല്ലാ വചനങ്ങളും നല്ലത് തന്നെയാണ്. സെഫന്യാവിന്റെ പുസ്തകത്തിനകത്ത്, സെഫന്യാവ് അതിന്റെ 3:3 17 18 19 ഞാൻ വായിക്കാമേ. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. ലജ്ജാഭാരം വഹിച്ചവളായി നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. കണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം.
എന്തൊരു നല്ല അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തം അത്. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. എൻ്റെ ഇംഗ്ലീഷ് ഒത്തിരി നല്ല രസമാണ്. The Lord your God is in your midst, a victorious warrior. He will exult over you with joy. He will be he will be quiet in his love. He will rejoice over you with shouts of joy. Amen. നമ്മൾ കർത്താവ് ഷൗട്ട്, നമ്മൾ പറയും ഷൗട്ട് ഷൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്ക പാട്ടൊക്കെ പാടും. ഹാലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം അങ്ങനെ സന്തോഷിക്കുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇതുപോലെ ദൈവം നമ്മളിൽ സന്തോഷിക്കുന്ന നമ്മുടെ പിതാവ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം സന്തോഷം നമുക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഇരിക്കും നമ്മുടെ അപ്പ. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ താഴെയുണ്ട് ആ കാലത്ത് എന്നൊക്കെ ചെയ്യുമെന്നുണ്ടോ പറഞ്ഞിരിക്കുന്നുണ്ടോ? ലജ്ജാഭാരം വഹിച്ചവളായി നിനക്കുള്ളവരെ സംഘത്തെ വിട്ട് ദുഃഖിപ്പിക്കുന്നതിന് ഞാൻ ചേർത്തുകൊള്ളും. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. ആമേൻ. ഒരു സമയമുണ്ട് നമ്മളെ ഇന്നിട്ട് ക്ലേശിപ്പിക്കുന്നവരെയൊക്കെ ഇടപെടുന്ന ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും ചെയ്യും. സർവ്വഭൂമിയിൽ ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ സന്തോഷം. നമുക്ക് ബലമാകുമ്പോൾ നമുക്ക് കിട്ടുന്നതിന്റെ ബെനിഫിറ്റ്. ഹല്ലേലൂയ. ദൈവത്തിലെ സന്തോഷം, ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമാ. ദൈവം സന്തോഷിച്ച കണ്ടോ? ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം സന്തോഷിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്തോഷം നമ്മളാ. ആമേൻ. ദൈവത്തിന്റെ സന്തോഷം ആരാ? നമ്മളാ. നമ്മൾ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവത്തിന്റെ വചനം, ചുമ്മാ വേറെ എല്ലാ ദുഃഖത്തിന്റെയും വേറെ എല്ലാത്തിന്റെയും കഥ പറഞ്ഞുകൊണ്ട് രോഗം വന്നതിൻ്റെയും അല്ലെങ്കിൽ ശമ്പളം മുടങ്ങിക്കിടക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ ജോലി കിട്ടാത്തതിൻ്റെയും ഇതൊക്കെ ഓർത്തുള്ള ദുഃഖത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ആമേൻ. അനുതാപം വരുന്ന ദുഃഖം. ആ ദുഃഖത്തിലാണ് ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമാകുന്നത്. ആമേൻ. അല്ലാതെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ജോലിയില്ലായിരുന്നു, കുറെ നാളെ സങ്കടപ്പെട്ടു, ഇതൊക്കെ ഏറ്റൊക്കെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ജോലി കിട്ടി, പിന്നെ അഡ്രസ്സേ ഇല്ല. ആമേൻ. അങ്ങനെ പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരുന്നു, അന്ന് ഭയങ്കര ദുഃഖമായിരുന്നു, ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, അതെല്ലാം മാറി, അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ആളെ കാണാനില്ല. അങ്ങനെ പോകുന്നതല്ല. സ്തോത്രം. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, ദൈവവചനത്തിന്റെ സന്നിധിയിലിരുന്ന് നമ്മുടെ ഹൃദയങ്ങളെ ദൈവവചനത്തിനനുസരിച്ച് ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ സന്തോഷമാണ്. അത് നമുക്ക് ബലമായി തീരും. പിന്നെ ഒരു സാത്താനും നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനോ, സ്തോത്രം ഹല്ലേലൂയ അതും പറഞ്ഞ് സ്തോത്രം ദൈവത്തിന് നമ്മളെ അകറ്റി കളയുവാനോ പറ്റത്തേ ഇല്ല. കാരണം ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമാണ്. അത് നമ്മുടെ ബലം തന്നെയാണ്. സ്തോത്രം ഹല്ലേലൂയ. അതുപോലെ നമ്മളിപ്പോൾ കേട്ടതുപോലെ ഹല്ലേലൂയ നമ്മളെ പ്രശംസയും കീർത്തിയുമാക്കി മാറ്റുവാൻ. സ്തോത്രം. ഈ ധൂർത്തപുത്രന്റെ ഉപമ അവിടെ എഴുതി വെച്ചിരിക്കുന്ന എന്തിനാ? അതുപോലെ നടക്കുന്നവരാണല്ലോ ദൈവസന്നിധിയിലേക്ക് യഥാസ്ഥാനപ്പെട്ട് തിരിച്ചു വരുന്നവരെ ദൈവം തന്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്ത് നമുക്ക് ബലം കാണിക്കുന്നതാണെങ്കിൽ ഈ ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ദൈവം എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാ? അതിന്റെ ചില ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. സ്തോത്രം. നമുക്കറിയാം അതിന്റെ പൂർണ്ണത കർത്താവിന്റെ സന്തോഷം എന്നാ. കർത്താവ് ആ ക്രൂശ് സഹിച്ചതിന്റെ കാരണം എന്താ? കർത്താവ് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തിട്ടാണ് അപമാനം എല്ലാം സഹിച്ചത്. എന്തായിരുന്നു കർത്താവിന്റെ സന്തോഷം? നമ്മുടെ തേജസ്കരണം. ഹല്ലേലൂയ. നമ്മളെല്ലാം ദൈവസന്നിധിയിലേക്ക് വരുന്നത് തേജസ്കരിക്കപ്പെട്ട് തിരിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്നത് കർത്താവും നമ്മളും. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ മുഖാമുഖം നമ്മുടെ കർത്താവിനെ നമ്മൾ കാണും. അവൻ പോകുന്നിടത്തെല്ലാം നമ്മളും പോകും. ഇതാണ് കർത്താവിന്റെ സന്തോഷം. ഹല്ലേലൂയ. ആ അൾട്ടിമേറ്റ് സന്തോഷത്തിലേക്ക് ദൈവം സന്തോഷിച്ചാൽ നമ്മൾ എല്ലാം ചെയ്തിട്ടാണോ? ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ വിശ്വസിച്ചു. ആമേൻ. നമ്മൾ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട് എഴുന്നേറ്റ് വന്നു. എന്നിട്ട് നമ്മളും വിശ്വസിച്ചു, ഞാനും മരിച്ചു, ഞാനും അടക്കപ്പെട്ടു, ഞാനും ഉയർത്തെഴുന്നേറ്റു. ഇത്രയേ ഉള്ളൂ നമുക്ക്. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന്റെ സന്തോഷം എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ. ഇത്രയും ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞു തന്നെ വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിച്ച് ദൈവകൃപയിൽ നമ്മൾ അവസാനത്തോളം ഈ വിശ്വാസത്തിൽ നമ്മൾ നിലനിന്നാൽ ഈ സന്തോഷത്തിന്റെ പാരമ്യം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ. അത് ഇവിടെ ചെന്നാണ് നമ്മൾ അവസാനിക്കുന്നത്. അതിന്റെ നമ്മുടെ വിശ്വാസത്തിന്റെ അന്ത്യം. ഹല്ലേലൂയ. പറഞ്ഞു തീരാത്ത സന്തോഷ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊന്നും നമ്മുടെ കഴിവും മിടുക്കും കൊണ്ട് വന്നത് കൊണ്ടല്ല. കർത്താവിന്റെ വലിയ കൃപ, കർത്താവ് കൊടുത്ത വില, യേശുപ്പച്ചന്റെ ആ ത്യാഗം. ഹല്ലേലൂയ. യേശുപ്പച്ചൻ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് ഹല്ലേലൂയ അപമാനം എല്ലാം സഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിനെ സഹിച്ചെങ്കിൽ ഹല്ലേലൂയ ആ സന്തോഷത്തിലേക്കാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്.
ആ സന്തോഷത്തിലേക്ക് നമ്മളെ കയറ്റുക. അപ്പൊ ദൈവത്തിന്റെ സന്തോഷം അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ സന്തോഷമായിട്ട് മാറുക. നമുക്കത് അനുഭവിക്കത്തക്ക രീതിയിൽ ദൈവം നടത്തും. ആമേൻ. അത് അവിടം വരെ ചെല്ലാൻ നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇവിടെ വെച്ചും ദൈവത്തിന്റെ സന്തോഷം ആ ധൂർത്തപുത്രന് അനുഭവിക്കാൻ ദൈവം ഇടയാക്കിയെങ്കിൽ, അവൻ വന്ന അന്ന് തന്നെ, വന്നിട്ട് ശരിയായിട്ട് ആഘോഷിച്ചതല്ല, വന്ന അന്ന് തന്നെ, ആമേൻ, അവിടെ സന്തോഷവും ഭയങ്കര ആ, അവിടെ മൃഗത്തെ കൊല്ലുന്നു, അവിടെ ഭയങ്കര സന്തോഷം പരിപാടികളുമായിരുന്നു. അത് വന്ന അന്ന് തന്നെ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം കേട്ട് അനുതാപമുണ്ടായ അന്ന് തന്നെ അവരോട് പറയുന്നേ, യഹോവയിലേക്ക് സന്തോഷം നിങ്ങളുടെ ബലമാണ്, ഇനി ദുഃഖിക്കേണ്ട. സ്തോത്രം. കാരണം നിങ്ങളുടെ ഈ ദുഃഖം ഇന്ന് മതി. വേറെ വല്ലതും ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അത് ശരിയാകുന്നത് വരെ ദുഃഖിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു വാക്യമുണ്ട് നമ്മുടെ ജെയിംസിനകത്ത്, അപ്പോസ്തലനായ ജെയിംസിന്റെ ജെയിംസിന്റെ ലേഖനം, ജെയിംസ് 4, ജെയിംസ് ചാപ്റ്റർ 4, ജെയിംസ് ചാപ്റ്റർ 4 അതിന്റെ 8, 9, 10. ദൈവത്തോട് അടുത്ത് ചെല്ലുവൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരയുവൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കണ്ടോ? സ്തോത്രം. ദൈവത്തോട് അടുത്ത് ചെല്ലുവൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. ആമേൻ. അപ്പം ദൈവഹിത പ്രകാരമല്ലാത്ത സന്തോഷത്തിൽ നടന്നാൽ ദൈവത്തിന് സന്തോഷമല്ല വരുന്നത്. സ്തോത്രം. പക്ഷേ ഈ ദൈവഹിതമില്ലാത്ത സന്തോഷങ്ങളാണ്, അതൊക്കെ മാറ്റി വെച്ചിട്ട് തൽക്കാലം ആ സന്തോഷമൊക്കെ ഒന്ന് കരച്ചിലായിട്ട് മാറിയാൽ, സ്തോത്രം, ദൈവത്തിന് സന്തോഷമാവും. അങ്ങനെയാണെങ്കിലോ തന്നെത്താൻ താഴ്ത്തുന്നവർക്ക് അവൻ അധികം കൃപ നൽകും. ആമേൻ. അവൻ അധികം കൃപ നൽകി ഉയർത്തി മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് ദൈവത്തിന്റെ സന്തോഷം, നമ്മുടെ ബലമ. ദൈവം സന്തോഷിക്കണമെങ്കിൽ കുറെ പൈസ കൊടുക്കണ്ട. ഹല്ലേലൂയ. അല്ലെങ്കിൽ കുറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടുന്നതല്ല ദൈവത്തിന്റെ സന്തോഷം. ദൈവത്തിന്റെ സന്തോഷം അവന്റെ വചനത്തിലേക്കും അവന്റെ ഹൃദയത്തിലേക്കും നമ്മൾ മടങ്ങി വരുന്നതാണ്. സ്തോത്രം. ആ വരുന്ന ഓൺ ദ സ്പോട്ടിൽ ഈ ദൈവം സന്തോഷിക്കുന്ന, മടങ്ങി വന്ന അന്ന് തന്നെ ആ സെക്കൻഡിൽ നമ്മുടെ ദൈവം സന്തോഷിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതുപോലെ തന്നെ ഇങ്ങനെ ദൈവം സന്തോഷിക്കുന്നുവെങ്കിൽ ഇതിന്റെ മറുവശം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമാണെങ്കിൽ ദൈവത്തിന്റെ ദുഃഖം നമ്മുടെ എന്തായിരിക്കും? ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമാണെങ്കിൽ ദൈവത്തിന്റെ ദുഃഖമോ നമ്മുടെ ബലഹീനതയായിരിക്കും അത്, അല്ലേ? നമുക്ക് അത് വായിക്കാൻ അതിനൊരു വചനമുണ്ട്. എഫേസ് ലേഖനം 4, എഫേസ് ലേഖനം 4ന്റെ 30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. 4:30, എഫേസ് ലേഖനം 4:30 പറയുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഇപ്പൊ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുവോ? പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാവും. ദൈവത്തിന് സന്തോഷമുള്ളതുപോലെ തന്നെ അതിന്റെ മറുവശമാണ് പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാവും. ഹാലലൂയ. അപ്പൊ അതിന്റെ കാരണങ്ങൾ നമുക്കറിയാം. ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒരൊറ്റ കാരണം എന്നാ? അനുതാപമില്ലാതെ ദൈവഹിത പ്രകാരമല്ലാതെ നടക്കുന്നതിന്റെ മുമ്പിലൊക്കെ വായിച്ചു നോക്കും നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് നമ്മൾ എത്ര കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ മുദ്രയിട്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിന്റെ വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം, 1 Corinthians 11, 1 Corinthians 11, നമുക്കറിയാം. അത് കർത്താവിന്റെ, നമുക്കറിയാം, 24 തൊട്ട് വായിച്ചാല് അതിന്റെ 11-ാം അധ്യായം, 1 Corinthians 11-ന്റെ
24, 25 താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇതു ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. കണ്ടോ? അയോഗ്യമായി കർത്തൃമേശയിൽ പങ്കെടുത്താൽ അത് കർത്താവിന് സന്തോഷമാണോ? അല്ല. അമ്മേ, ദൈവത്തിന്റെ സന്തോഷം നമുക്ക് ബലമാകുന്നെങ്കിൽ, ദൈവത്തിന്റെ സന്തോഷം നമുക്ക് കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷി തരുന്നെങ്കിൽ, ദൈവത്തിന്റെ സന്തോഷം നമ്മൾക്ക് എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം നമുക്കൊരു റിസ്റ്റോറേഷൻ ദൈവം തരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ദുഃഖമോ? അമ്മേൻ. കണ്ടോ? ഇതു ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു. ആരിലാ? ഏതിലാ? ഈ സഭയ്ക്കകത്ത്. ഇത് ഹേതുവായി ലോകത്തിൽ പലരല്ല, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും. ആമേൻ. അപ്പൊ നമ്മൾ നോക്ക്, ചിലപ്പം എല്ലാ രോഗങ്ങളും എന്നല്ല, നമുക്ക് പലപ്പോഴും അറിയുന്നില്ല. പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ വേണ്ടും വിധം ശോധന ചെയ്തിട്ടാണോ കമ്മ്യൂണിയൻ എടുക്കുന്നത്? നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മൾ ശരിക്കും വിവേചിച്ചുകൊണ്ടാണോ? ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സന്തോഷമാണോ നമ്മളത് എടുക്കുമ്പം? അതോ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട്, എന്തെങ്കിലുമൊക്കെ കാണിക്കൂട്ടി അവരോടും ഇവരോടും അതും പറഞ്ഞ് അതും ചെയ്ത് ഇതും ചെയ്ത്, അല്ലെങ്കിൽ കമ്മ്യൂണിയൻ കഴിഞ്ഞിട്ട്, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു, വല്ലാത്ത രീതിയിലുള്ള പരിപാടികളെല്ലാം ഓരോരുത്തരും കാണിച്ചിട്ട് പിന്നെയും വന്നെടുക്കുക, ഒരു പേടിയില്ലാതെ. ഹല്ലേലൂയ. പക്ഷേ അവർ പോലും അറിയുന്നില്ല, പല പല കാരണങ്ങളുടെയും ചില 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 വിഷയങ്ങൾ കൂടെ അവർ കടന്നു പോകുന്നതിന്റെ റീസൺ തന്നെ അതാണ്. ആമേൻ. പലരും സമയത്തിന് മുമ്പേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് എന്തുകൊണ്ടാ? ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ വെളിപ്പെടുത്തി കിട്ടിയവർക്കറിയാം ഇന്ന കാരണം കൊണ്ടായിരുന്നിരിക്കുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ സന്തോഷമല്ലായിരുന്നത്. നമ്മൾ അതിൽ പങ്കെടുക്കുന്ന എന്നെ തിന്നുന്ന എന്മൂലം ജീവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ജീവനായിട്ട് വ്യാപരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ. കണ്ടോ? അയോഗ്യമായിട്ട് വരുമ്പോൾ ദൈവത്തിന് അത് സന്തോഷമല്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വേണ്ടും വണ്ണം ദൈവഹിതപ്രകാരം നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അനുതാപത്തോടു കൂടി നമ്മൾ വിവേചിച്ച് ചെയ്യേണ്ടതുപോലെ എടുത്താലോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഹല്ലേലൂയ. നമുക്ക് ബലവും ശക്തിയും വേണ്ടുന്ന സകലതും, ഹല്ലേലൂയ, നമ്മുടെ കമ്മ്യൂണിയനകത്ത് തന്നെ ദൈവത്തിന്റെ വചന വിശ്വാസത്തോടുകൂടി നമ്മൾ കമ്മ്യൂണിയൻ എടുക്കുമ്പോൾ തന്നെ നമുക്കത് അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആകുമോ? ആമേൻ. ഹല്ലേലൂയ. ഇത് ഹേതുവായി തന്നെ നമുക്ക് അനുഗ്രഹത്തിന്റെ പാത്രമായത്. ആമേൻ. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമാ. ആ ബലം പല രീതിയിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ കാണാനും നമുക്ക് അനുഭവിക്കാനും ദൈവം നമുക്ക് കൃപ തരും. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്തും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും എല്ലാം ദൈവം വെളിപ്പെടുത്തുവാൻ ശക്തനാണ്. നമ്മൾ അതിന്റെ ഉദാഹരണങ്ങൾ കാണുകയും ചെയ്തു. സെഫന്യാവിനകത്ത് പറഞ്ഞു, നിന്നിൽ ദൈവം സന്തോഷിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പിന്നെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടു. പ്രശംസയും കീർത്തിയുമാക്കി ദൈവം യഥാസ്ഥാനപ്പെടുത്തി മുടന്തി നടന്നതിനൊക്കെ ശരിയാക്കി എല്ലാം റിസ്റ്റോർ ചെയ്ത്, ഹല്ലേലൂയ, ദൈവം മുന്നോട്ട് നടത്തുന്നുവെങ്കിൽ ആ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവന് ആ ദിവസം തന്നെ അവിടെ ഭയങ്കര സന്തോഷവും, അതുപോലെ പിതാവ് അങ്ങ് സന്തോഷിച്ച് കാണിച്ചു. കാരണം ആ മകന് സ്വസ്ഥതയോടുകൂടി വീണ്ടും അപ്പൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ. അങ്ങനെയാണ് ദൈവം നടത്തിയതെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ദുഃഖം അതിന്റെ നേരെ തിരിച്ചായിരിക്കും. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നതിന് അവസാനം നമ്മളോട് ചെല്ലുമ്പോഴും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചോളാനാ പറയുന്നു. ആമേൻ. ദൈവത്തിന്റെ സന്തോഷത്തിലേക്ക് നമുക്ക് കടക്കാം. അതുകൊണ്ട് യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാകും. ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. ഹല്ലേലൂയ. വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൽ സന്തോഷിപ്പൻ, എപ്പോഴും സന്തോഷിപ്പൻ. അത് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്, എൻ്റെ കർത്താവിൽ സന്തോഷിപ്പാൻ. അതുപോലെ ഹബക്കൂക്ക് പറയുന്നുണ്ട്, ഗോശാലകളിൽ ഇതൊന്നും കാണത്തില്ല, അത്തിവൃക്ഷം ഇതൊന്നും ഇല്ലേലും ശരി, സ്തോത്രം, എൻ്റെ സാഹചര്യങ്ങൾ എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. അത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ വചനത്തിലുള്ള വിശ്വാസത്തിന്റെ ഉറപ്പിൽ കർത്താവിന്റെ അതുപോലെ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, അതൊക്കെ നമ്മൾ കർത്താവിൽ രസിക്കുന്ന കാര്യങ്ങളാണ്. കർത്താവിൽ സന്തോഷിക്കാൻ പൗലോസ് പറയുന്നു. അപ്പോൾ കർത്താവിലുള്ള
ആരുടെ സന്തോഷമുണ്ട്? ദൈവത്തിന്റെ സന്തോഷമാണ്. അപ്പൊ ദൈവത്തിന്റെ സന്തോഷം എന്താ? ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുക. ആമേൻ. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, ദൈവവചനം ധ്യാനിക്കുക. അതനുസരിച്ച് നമ്മളെ തന്നെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ, അവർ പലതും കേട്ടിട്ടുണ്ട്. അവർ കേട്ടപ്പോൾ അവരെല്ലാവരും കരഞ്ഞുപോയി. സ്തോത്രം. അപ്പൊ തന്നെ അവർ പറയും, ഇനി ദുഃഖിക്കേണ്ട, ഇത് മതിയായിരുന്നു. ഹല്ലേലൂയ, ഇത് മതി, ഇനി ദുഃഖിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഈറ്റ് ദ ഫാറ്റ്, ഡ്രിങ്ക് ദ സ്വീറ്റ്, സെൻഡ് ദ പോർഷൻ, അല്ലേ, സെൻഡ് ദ ഗിഫ്റ്റ്. അത് മാത്രം ചെയ്തു. സോ യു സെലിബ്രേറ്റ്. ദൈവം സന്തോഷിച്ചാൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ദൈവ സാഹചര്യങ്ങൾ ഒരുക്കും. അതെല്ലാ മേഖലയിലും ദൈവം ആ സെലിബ്രേഷൻ നമുക്ക് ഒരുക്കി തരും. അതുകൊണ്ട് ദൈവത്തിന്റെ സന്തോഷം നമ്മുടെ ബലമാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് കർത്താവിനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവവചനങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനം ധ്യാനിക്കാനും വചനം കേൾക്കാനും അതിനൊരു എഫേർട്ട് എടുക്കാനും നമ്മുടെ ജീവിതത്തെ അതനുസരിച്ച് ക്രമപ്പെടുത്താനും എല്ലാം കർത്താവ് സഹായിക്കുന്നതോടൊപ്പം കർത്താവിൻ്റെ സന്തോഷത്തിൽ കർത്താവ് എന്തെല്ലാം റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരുവാനും ദൈവം ഇടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.